ഹായ് ഹലോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വേറൊരുത്തിലേക്കല്ല, എൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് കുറച്ച് മാങ്ങ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ നടുവിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2 സൈഡിലും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് അച്ചുവിന് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവിടെ മണ്ണിൽ കളിക്കാമല്ലോ. അതാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 2 ദിവസമായിട്ട് മഴ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് കാരണം എപ്പോഴും അതൊരു ഇരുട്ടുമുറിയ പോലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. ചേട്ടൻ്റെ മുന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചുവിന് ഇവിടെ വന്ന ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് വെച്ചാൽ മണ്ണിൽ കളിക്കാം. മണ്ണിൽ കളിക്കൽ മാത്രമല്ല, മണ്ണിടയ്ക്ക് തിന്നുകയും ചെയ്യുക. അതാണ് കേട്ടോ അവളുടെ പരിപാടി. അപ്പോൾ ദേ പിന്നാലെ അമ്മ വരുന്നുണ്ടോ നോക്കിയിട്ട് ദേ ഓടി പോവാണ് അച്ചാച്ചൻ്റെ അമ്മാമ്മേരെ അടുത്തേക്ക്. ഇതൊക്കെ എൻ്റെ അമ്മേരെ ചെടിത്തോട്ടാട്ടോ. ചെടി മാത്രമല്ല, പച്ചക്കറികളും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇതാണ് അമ്മയുടെ ഹോബി. ചെടികളും പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കലാണ് അമ്മയുടെ ഹോബി. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കിഴക്കേപ്പുറമാണ്. പടിഞ്ഞാപ്പുറത്തും കുറച്ച് ഐറ്റംസുകൾ ഇതേപോലെ ഉണ്ട്. അടീനിയ എന്തോ പേരുള്ള ചെടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷുവിന് വിഷുക്കട്ടയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ അമ്മ വിഷുക്കട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്യുതേ അമ്മാമ്മേരെ ഒക്കത്തിരിക്കുകയാണ്. അമ്മാമ്മ കുറച്ച് അവൾക്ക് വായയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ വിഷുക്കട്ട കഴിക്കുന്നത്. അവൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പോണ വഴിക്ക് കടയിലൊക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയിട്ടോ.